ഗൈസ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറേ കൂട്ടുകാർ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ പോയി നിന്നൂടെ, ഞാൻ എന്തെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ ഇത് എങ്ങനെയാണ് ഇതൊക്കെ നോക്കുന്നത്, മറ്റേ നിങ്ങൾക്ക് പേടിയാവൂലേ, അമ്മാതിരി കുറേ കാര്യങ്ങളൊക്കെ DM ആയിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ സങ്കടമാണ്, നിങ്ങളെ കാണുമ്പോൾ വിഷമമാണ്, അങ്ങനെ പറയുന്ന ഉണ്ട്. പിന്നെ എൻ്റെ താത്താൻ്റെയും അനിയത്തിൻ്റെയും ഒക്കെ വീഡിയോയിൽ സുൽത്താനെ ചേർത്ത് പിടിക്കണം കേട്ടോ, അങ്ങനെ പറയുന്ന കമൻറ്റും ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യം ഉണ്ടോ, എന്നെ ആരെങ്കിലും ചേർത്ത് പിടിക്കുന്നുണ്ടോ, അങ്ങനെ കുറേ മറ്റേ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമുള്ള, എൻ്റെ അടുത്ത് ഭയങ്കര എന്താ പറയുക സിമ്പതി തോന്നുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണാം. ഓ എന്താ എൻ്റെ കോലം, ഈ ചെക്കൻ്റെ മുടി വെട്ടാനൊന്ന് പോകണം, ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. മുടിയൊന്നും നമ്മൾ ഇങ്ങനെ ചെരിച്ചിടാൻ പറ്റട്ടോ. പണ്ടിൻ്റെ കുട്ടിനെ ഞാൻ LKG പറഞ്ഞേക്കുമ്പോൾ മുടി ഇങ്ങനെ ചീവി ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരുന്നത്, ഉണ്ണിക്കുട്ടൻ്റെ പോലെ പറഞ്ഞയച്ചിരുന്നത്. ഇപ്പോൾ മുപ്പർക്ക് മുടി ഇങ്ങനെ ഇടണം, അതത്ര ഇപ്പോൾ സ്റ്റൈല്. എന്ത് സ്റ്റൈലാണത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൽ പ്രിപ്പറേഷനുള്ള ദിവസമാണ് കേട്ടോ. ഞാൻ കുറേ പച്ചക്കറികളും ഇറച്ചിയും ഒക്കെ വാങ്ങിച്ചിട്ട് ഒരാഴ്ചത്തേക്കുള്ളത് പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ മീൽ പ്രിപ്പറേഷനും കാണാം. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കാം, ആർക്കെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോട്ടോ. ഞാൻ കുറേ ടിപ്പൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ രാവിലത്തെ സായിക്കുട്ടിൻ്റെ ചില ജോലികളും മറ്റും കണ്ടുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ടിപ്സ് പറഞ്ഞു തരാം കേട്ടോ. ഈ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ടിപ്സ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ നേരത്താണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ അങ്ങനെ ടിപ്സ് ഉണ്ടോ എന്നുള്ളത് ഞാൻ തന്നെ ആലോചിച്ചത്. അത് ഓരോരുത്തരുടെ ധൈര്യം അനുസരിച്ചിരിക്കും, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റൂലേ എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ധൈര്യം കിട്ടുന്നത് എനിക്ക് സ്വന്തമായിട്ട് ഇൻകം ഉണ്ട് എന്നുള്ളതും, പിന്നെ ഞാൻ ജീവിക്കുന്നത് ഒരു സേഫ്റ്റിക്ക് നല്ല പ്രാധാന്യമുള്ള സ്ഥലത്തോടെ ഞാൻ ജീവിക്കുന്നത് കേട്ടോ. ഇവിടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ ഒന്നാമത് ഇവിടെ നല്ല മനുഷ്യരാണ്, ഇവിടെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ളത് മനുഷ്യന്മാരാണ്, എല്ലാവരും ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആളുകളുള്ളതാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിറയെ. പിന്നെ ഇവിടെ CCTV കാര്യങ്ങളും ഒക്കെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് സേഫ്റ്റി ഇഷ്യൂസ് ഇല്ല. എനിക്കെപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ആദ്യം പേടി തോന്നിയത് ഒറ്റയ്ക്ക് ജീവിക്കാൻ വയ്ക്കുമോ എന്നുള്ള കാര്യമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് കള്ളന്മാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ജീവിക്കുമ്പോൾ നമുക്ക് സേഫ്റ്റി ഇഷ്യൂ തീരല്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കാൻ നമ്മളൊരു സെക്യൂരിറ്റിക്ക് ആളുണ്ട്, CCTV ഉണ്ട്, അതുകൊണ്ട് ആ പേടികളൊന്നുമില്ല. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴേ നമുക്ക് ഡ്രൈവിംഗ് അറിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മളെ കൂട്ടുകാരിൽ പലരും എൻ്റെ അടുത്ത് ഡ്രൈവിംഗ് പഠിക്കും ഇത്താന്നൊക്കെ എപ്പോഴും കമൻറ്റ് ചെയ്യണതാണ്. പക്ഷേ എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ ധൈര്യവും കിട്ടൂല എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പോകാനുള്ള ആ ഒരു ധൈര്യം അത് എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി ഭാവിയിൽ കിട്ടുമോ എന്നുള്ളത് എനിക്ക് അറിയാനും പാടില്ല. ഞാനിങ്ങനെ സ്കൂട്ടി പഠിക്കാൻ പോയിട്ടുണ്ട്, ഞാൻ ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് പകുതി വഴിക്ക് വെച്ച് നിർത്തിപ്പോകുന്നതാണ്. ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷനിൽ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനോ ഒരു വണ്ടി വാങ്ങിക്കാനോ പഠിച്ചു സഹായിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഭയങ്കരമായൊരു കംഫർട്ട് സോണിലാണ്. ഇപ്പോൾ എനിക്ക് ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു ബില്ല് കൊടുത്തിട്ട് എൻ്റെ ഏതെങ്കിലും ഓട്ടോ പയ്യന്മാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2-3 സ്ഥിരം ഓട്ടോ പയ്യന്മാരുണ്ട്. അപ്പോൾ അവരോട് കൊണ്ടു വരാൻ പറഞ്ഞാൽ അവർ കൊടുത്തു തരും. അപ്പോൾ ഞാനിങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്തതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പൈസ, അതിൻ്റെ EMI അടക്കൽ, അതിൻ്റെ ഇൻഷുറൻസ്, അതിൻ്റെ മെയിൻ്റനൻസ്, പിന്നെ അതിൻ്റെ പെട്രോൾ അടിക്കൽ, ഇമാതിരി പൈസ ഒക്കെ ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഞാൻ ഡെയിലി പുറത്തേക്ക് പോകുന്ന ഒരാളേ അല്ല. ഞാൻ ആഴ്ചയിൽ ഒരിക്കലും ഇമാതിരി സാധനങ്ങൾ വാങ്ങിക്കും, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ജാംജുമിക്ക് പോയി എന്തെങ്കിലും സാധനം വാങ്ങിക്കും, അങ്ങനെയുള്ള ആളാണ്. അപ്പോൾ ഈ കണക്ക് കൂട്ടി നോക്കുമ്പോഴേ എനിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഫിനാൻഷ്യലി ഇത് ഓക്കെ ആണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു കാരണമാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാതിരിക്കുന്നതിന്. എൻ്റെ കുറേ പ്രേക്ഷകർക്ക് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലൗസ് കാണുന്നതിൻ്റെ കുറേ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞോ പച്ചമുളക് ശരിയാക്കൽ കഴിഞ്ഞോ? ഞാൻ എൻ്റെ മൂടി വെച്ചൊരു ഫ്രിഡ്ജിൽ വെച്ചോ. അപ്പോൾ ഇത് പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, എനിക്കും കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വേനൽക്കാലം ആയ സമയത്ത് ചൂട് കാരണം കൊണ്ട് ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ജോലി ചെയ്യാൻ വെച്ചില്ല. വേനൽക്കാലത്ത് ഭയങ്കര ചൂടുണ്ടായിരുന്നല്ലേ, ആ സമയത്ത് ഞാൻ ഗ്ലൗസ് ഇല്ലാതെ ജോലി ചെയ്തപ്പോൾ പിന്നെ ഇപ്പോൾ ഇത് അങ്ങനെ ശീലമായി. ഇനി എന്തായാലും ഗ്ലൗസ് ഇട്ടിട്ട് ശീലം തുടങ്ങട്ടെ. കാരണം ഇപ്പോൾ കൈയൊക്കെ അങ്ങനെ മോശം ആയിട്ട് വരുന്നുണ്ട്. കൈ കുറച്ച് ജിമ്മിൽ പോയിട്ട് കുറച്ച് ഉരം വെച്ചിരിക്കുന്നത് വേറെ കാര്യം, അതല്ലാണ്ട് തന്നെ കയ്യിൻ്റെ ഒരു
കയ്യിന് ചുളിച്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഗ്ലൗസ് ഇട്ടുള്ളൂ, നമ്മളിനി കുക്ക് ചെയ്യാം കേട്ടോ. ഈ ഗ്ലൗസ് ഞാനേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്ത് വെക്കുന്നുണ്ട്. എൻ്റെ ഒരുപാട് കൂട്ടുകാർ എനിക്ക് ശരിക്കും ഇൻസ്റ്റഗ്രാമിലൊക്കെ DM ആയിട്ട് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് ഈ ഗ്ലൗസിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടാണ്. അത് നമ്മൾ ശരിക്കും ആമസോണിൽ നിന്നാണ് ഞാനത് വാങ്ങിക്കാറ്. നമ്മൾ ടാഗ് ചെയ്യുമ്പോൾ ആമസോണിൻ്റെ മാത്രം ടാഗ് ചെയ്യാൻ കിട്ടാറില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇതിൻ്റെ ലിങ്ക് കൊടുക്കാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ താമസിക്കാൻ വന്നിരുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ ഉമ്മ ഇവിടെ നിൽക്കാൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ നിൽക്കാൻ വന്നിരുന്ന സമയത്ത് ഇവിടുത്തെ നമ്മൾ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസ് കഴിഞ്ഞ സമയത്ത് നമ്മളെ സിലിണ്ടർ ഇന്ധനമായിരുന്നു. ഇവിടെ പെരിന്തൽമണ്ണ അത് ഭാരത് ഗ്യാസുമായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഗ്യാസ് സിലിണ്ടറുമായിട്ട് ഇന്ധൻ്റെ ഗ്യാസ് ഓഫീസിൽ പോയിട്ട് ആ സിലിണ്ടർ അവിടെ കൊടുത്തു. പിന്നെ ഭാരത് ഗ്യാസ് അങ്ങനെ മാറ്റേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ഇങ്ങനെ നോക്കണു. അപ്പോൾ ഞാനിങ്ങനെ ഫോൺ വിളിക്കണു, അങ്ങോട്ടാക്കണു, ആളെ വിളിക്കുന്നു, ഞാൻ ഈ സിലിണ്ടർ എടുക്കുന്നു, പോകുന്നു, ഈ ഭാരത് ഗ്യാസിൻ്റെ ഈ സംഭവം ശരിയാക്കണു, ആ സിലിണ്ടർ എടുത്ത് കൊടുന്ന് വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഫിക്സാക്കി ഇങ്ങനെ വെച്ചപ്പോൾ ഇമ്മ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നീട് ഉമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഈ അതങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യണ കണ്ടപ്പോൾ എനിക്ക് ഞാനിങ്ങനെ ഒറ്റക്കൊക്കെ ചെയ്യണം കാണുമ്പോൾ ഉമ്മാക്ക് നല്ല അഭിമാനം തോന്നി, സങ്കടത്തിൻ്റെ കൂടെ അഭിമാനം തോന്നി. എൻ്റെ കുട്ടിക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇടങ്ങറ് തോന്നി ഉമ്മാക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാനും ഉമ്മാടുത്ത് പറഞ്ഞു, അതൊരു ഇടങ്ങറ് തോന്നാൻ എനിക്ക് അത് ചെയ്യാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നല്ലോ, ആ പൈസ ഇല്ലാത്ത അവസ്ഥ വരരുത് എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക്. കാരണം എനിക്ക് എൻ്റെ ഫിസിക്കലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിച്ച സഹായിച്ചിട്ട് എനിക്ക് ആരോഗ്യമുണ്ട്, അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. പക്ഷെ നമുക്ക് ആരോഗ്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും കൂടെ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് പൈസ എന്നുള്ളൊരു സാധനമാണ്. ആ ഒരു പൈസ എന്നുള്ളൊരു സാധനത്തിന് മുട്ട് വരാതിരിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി ഉമ്മ എന്നുള്ളത് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, അപ്പം നിനക്കൊരു ആൾ കൂടല്ലല്ലോ എന്നുള്ള സങ്കടമാണ് എനിക്ക് വല്ലാണ്ട് വന്ന്. ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ പാട് ചെയ്യണ കാണുമ്പോഴേ എനിക്കൊരാൾ കൂടല്ലല്ലോ എന്നുള്ള ഒരു സങ്കടം എനിക്ക് വന്നിരുന്നു പറഞ്ഞപ്പോൾ ഉമ്മാർത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ്. എനിക്ക് പൈസ ഇല്ലാതെ ആവരുതിൻ്റെ കുട്ടിക്ക് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. പണ്ട് മുതൽ എൻ്റെ ഉമ്മ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് കേട്ടോ. അതായത് ഈ പൈസൻ്റെ പ്രാധാന്യം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞൊരു ഡയലോഗാണ്. അതായത് നമ്മൾ തളർന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ പെട്ടിയിൽ അട്ടിക്ക് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ വന്ന് നമ്മൾ നോക്കിക്കോളും എന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നല്ലവണ്ണം ആരോഗ്യം ഉണ്ടായിട്ടും നമ്മളെ കയ്യിൽ 10ൻ്റെ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത്. അപ്പോൾ പൈസ നമ്മൾ നല്ല മുന്നിൽ നിൽക്കണം. നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കാനാണെന്നുണ്ടെങ്കിലും കൂട്ടത്തിൽ താമസിക്കാനാണെന്നുണ്ടെങ്കിലും ആ പൈസ ഉണ്ടാക്കാൻ നമുക്ക് നല്ലൊരു ജോലിയും വേണം, അതും നിർബന്ധമാണ്. അങ്ങനെ നമ്മളെ കുളിയും നനയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, പണ്ട് ഞാൻ ഗുജറാത്തിക്ക് പോയിരുന്നപ്പോൾ അവിടുന്ന് എടുത്ത മെറ്റീരിയൽ കൊണ്ട് അടിച്ച ചുരിദാറില്ലേ, അതാണിത് കേട്ടോ. ഈ ഒരു ചുരിദാറുണ്ടല്ലോ, ഞാനിതൊക്കെ ഇപ്പോൾ എനിക്ക് എത്ര ലൂസാന്ന് നോക്കി നോക്കിയാൽ. ഈ ഒരു ചുരിദാർ ടൈറ്റായിട്ട് ഞാൻ എടുത്തു വെച്ചിരുന്നായിരുന്നു കേട്ടോ. കാരണം ഇത് ഒഴിവാക്കാനും തോന്നുന്നില്ല. എനിക്ക് മെലിഞ്ഞിട്ട് ഈ ഡ്രസ്സ് ഇടണം എന്നുള്ള നിർബന്ധം കാരണം കൂടി ഞാനിത് എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. എൻ്റെ അടുത്ത് പല കൂട്ടുകാരും കളിയാക്കിയിട്ടും കാര്യമായിട്ടും ഒക്കെ ചോദിക്കാറുണ്ട്, ജിമ്മിൽ പോയിട്ട് തടിച്ചോ, ജിമ്മിൽ പോയിട്ട് നല്ല മെലിഞ്ഞിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട് എന്നുള്ള കമൻറ്റ് വരാറുണ്ട് കേട്ടോ. പക്ഷേ ഇച്ചിരി കളിയാക്കിയിട്ടുണ്ട്, ജിമ്മിൽ പോയിട്ട് നല്ല തടിച്ചല്ലോ അങ്ങനെയൊക്കെ വരാറുണ്ട് കമൻറ്റ്. പക്ഷേ ഞാൻ ജിമ്മിൽ പോയിട്ട് 4 കിലോ കുറച്ചിരിക്കുന്നു കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ ഇത്ര ഭയങ്കര ലൂസാണ്, എനിക്കിത് ഭയങ്കര ഇറുക്കായിട്ട് ഞാൻ എടുത്തു വെച്ചിരുന്ന ചുരിദാറായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. സായിക്കുട്ടിയെ ഇവിടെ വരൂ. എൻ്റെ സായിക്കുട്ടിക്കും എനിക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിനി അടുത്ത പരിപാടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകലാണ് കേട്ടോ. ഇവിടെ വരൂ, ഇങ്ങോട്ട് വാടാ. ഷർട്ട് ഇട്ടിട്ടില്ല, ഷർട്ടൊക്കെ ഉണ്ടേ. സായിക്കുട്ടീനെ ഞാനൊന്ന് എണ്ണയൊക്കെ ഒന്ന് തേപ്പിച്ച് ഒന്ന് കുളിപ്പിച്ചു. ഇന്ന് എണ്ണ തേച്ചതിൻ്റെ ഒരു ദേഷ്യത്തിൽ നിൽക്കുന്ന ആൾ കണ്ടോ. അപ്പോൾ നല്ലൊരു വൃത്തിയില്ലേ എണ്ണ തേച്ച് കുളിച്ചപ്പോൾ. ഓനക്ക് എണ്ണ ഇങ്ങോട്ട് തൊടാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്നാലും ഫുഡ് കഴിച്ചിട്ട് തരാം കേട്ടോ. ഞങ്ങൾ ഒരു ഓംലെറ്റ് കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചിക്കൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ തേച്ചിട്ട് പിന്നെ എന്താണ് ഈ ഓംലെറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഞങ്ങൾക്ക് ഈവനിങ് ആകുമ്പോൾ എടുക്കാനാണ്. ചിക്കന് മസാല തേച്ചിട്ട് ശരിക്കും ഒരു ദിവസം കഴിയണം. അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞങ്ങൾ ഇന്ന് രാവിലെ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത് എങ്ങനെ എയർ ഫ്രയറിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഓംലെറ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ വെച്ചിട്ട് സായിക്കുട്ടിക്കാണെങ്കിൽ തീരെ ക്ഷമല്ല. സായിക്കുട്ടിക്ക് വിശക്കുന്നുണ്ടേ പറഞ്ഞിട്ട് ഓനക്ക് യാതൊരു ക്ഷമയില്ല. പക്ഷെ ക്ഷമിച്ചേ പറ്റുള്ളൂ. ഓനക്കാണെന്നുണ്ടെങ്കിൽ ഓംലെറ്റ് ഇങ്ങനെ ഉപ്പും കുരുമുളക് പൊടി മാത്രം ഇട്ട് മതിയെന്ന്. എനിക്കാണെങ്കിൽ ഓംലെറ്റ് നല്ല വിശദമായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മളെ ഓയിൽ ഡിസ്പെൻസർ കണ്ടില്ലേ, ഇത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
നല്ല ഈസിയാണ് കേട്ടോ ഒഴിക്കാനും എടുത്തു വെക്കാനൊക്കെ. പിന്നെ ഇത് എന്തായാലും പ്ലാസ്റ്റിക് കുപ്പിയൊന്നുമല്ലല്ലോ, അപ്പം നല്ലൊരു ഹെൽത്തിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ആദ്യം സവാള കിരികിരി വരട്ടെ. അങ്ങനെ മുട്ട പിന്നെ നമുക്ക് എമ്പാടുമുണ്ടല്ലോ. നമ്മളൊരു 4 മുട്ടൻ്റെ ബൂസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ സായ്കുട്ടിക്കാണെങ്കിൽ പച്ചമുളക് വേണ്ടത്, പച്ചമുളക് കൂടി ഇട്ടാൽ ആ ഫ്ലേവർ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് ചെങ്ങായി കേൾക്കണ്ടേ. ഇപ്പോൾ ഫ്ലേവറിനെ കുറച്ച് സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ, ഇതൊരു ഫ്ലേവർ കിട്ടും. എനിക്ക് ചിക്കൻ മസാലേൻ്റെ കയ്യിലില്ല. ചിക്കൻ മസാലയുടെ ചിക്കൻ മസാല നല്ല രസമാണ്, പക്ഷെ സാമ്പാറിന് വേറൊരു രസമുണ്ട്. 2 വേപ്പില കൂടി വേണ്ടതാണ്, പക്ഷെ ചക്കരക്ക് ഇതൊന്നും പറ്റില്ല. 1 2 3 4 അങ്ങനെ ഞങ്ങളെ ഫുഡ് കഴിക്കാൻ എഗ്ഗുണ്ട്, ചിക്കനുണ്ട്, സാമ്പാറുണ്ട്. കാരണം എൻ്റെ ഈ പാത്രം കാണുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, എങ്ങനെയാണ് ഇത് കഴിച്ച് ഞാൻ തടി ഓർക്കണത്. ഇതെൻ്റെ ചീറ്റിംഗ് ഡേ ആണ്. ആഴ്ചയിലൊരിക്കൽ ഞാൻ എന്തും ഫുഡ് കഴിക്കും. അങ്ങനെയാണ് എൻ്റെ പരിപാടികൾ. ഓക്കെ അല്ലേ സായ്കുട്ടിയെ? അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടേ എനിക്ക് കുറച്ച് പാർസലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ഇനി ജിമ്മിക്ക് പോകാൻ തുടങ്ങിയ ശേഷം, അത് ഞാൻ മാത്രമല്ല, ജിമ്മിക്ക് പോകുന്ന എല്ലാവരും ജിം വെയറുകൾ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുറച്ച് ജിം വെയറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു വൈറ്റമിൻ ടാബ്ലറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഫിഷ് ഓയിൽ ഉണ്ടാവില്ലേ, ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ഇതാണ് ഇത്ര ബെസ്റ്റ് ഫിഷ് ഓയിൽ. അല്ല, എല്ലാവർക്കും അവരൊരു പ്രൊഡക്റ്റ് തന്നെ ഇരിക്കും. അങ്ങനെ കുറച്ച് ഹെൽത്തി ഒക്കെ ആയിട്ടിരിക്കാനൊരു ഫിഷ് ഓയിലിൻ്റെ ടാബ്ലറ്റും കുറച്ച് ജിം വെയറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ 2 ജിം വെയറും എനിക്ക് സൂട്ടല്ല. അപ്പോൾ ഇത് 2 റിട്ടേൺ അയക്കാൻ വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ഞാനേ വളാഞ്ചേരിക്ക് പോകാൻ കേട്ടോ. ഞാനിന്ന് എനിക്ക് പല്ലിടത്തേക്ക് പോകാനുണ്ട് എന്നുള്ള കാര്യം ആകെ മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നീ ഒട്ടും നേരം വൈകാതെ പല്ലിട്ടാൻ പോട്ടെ. ഞാനിത് എൻ്റെ പല്ല് കെട്ടിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷം, ഈ ഒക്ടോബർ ഈ മാസത്തോളം 2 വർഷത്തോളമായി എൻ്റെ പല്ല് കെട്ടിയിട്ട്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 2-3 മാസം കഴിയുമ്പോൾ ഇത് എടുക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കണം. അപ്പോൾ ഞാൻ ഈ പല്ല് കെട്ടിയിട്ട് വേഗം വരാം. താഴെ ഓട്ടോ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. സായ്കുട്ടിൻ്റെ കൂടെ വരുന്നില്ല, അത്രേ വരുന്നില്ല. ചെങ്ങായിക്ക് എന്നാൽ എവിടെ നിന്നിട്ട് എക്സാമിനെല്ലാം പഠിച്ചോട്ടോ, പുറത്ത് പോരുത്, മനസ്സിലാവുണ്ടല്ലോ. ശരി, അങ്ങനെ എന്നാലും ഞാൻ വളാഞ്ചേരിക്ക് പോയിട്ട് തിരിച്ചു വരാം കേട്ടോ. ഈ ഒറ്റയ്ക്ക് താമസിക്കാനുള്ള ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടിപ്സ് എന്നുള്ളതല്ല, നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മൾ ഏത് കുഴിയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അവിടെ സർവൈവ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. നമ്മൾ പേടിച്ച് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ എവിടെയാണോ പേടിച്ച് നിൽക്കുന്നത് അവിടെ അങ്ങനെ നിൽക്കലേ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഇരുട്ട് മാറി പതിയെ വെളിച്ചം എങ്ങനെ വരും. അതെല്ലാ മനുഷ്യർക്കും ഒരേപോലെ തന്നെയാണ്. ഞാനും പേടിച്ചു, മനുഷ്യ പഠിപ്പിക്കാനേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. നമുക്കിനി നമ്മൾ ഇങ്ങനെ പലയിടത്തും തിരിച്ചു വരുമ്പോൾ മാന്തളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ നാളെ ഇന്നിമോൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്നിമോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ മാന്തളാണ്. അപ്പോൾ മാന്തൾക്കറിയും ദോശയും ഉണ്ടാക്കി വെക്കണം എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കി വെക്കണം. എടാ വീട്ടിലൊന്ന് ചിരിച്ചൂട് വേഗം ചിരിക്കേ. എൻ്റെ ഈ മുഖം കാരണം കൊണ്ടാണ് എല്ലാവർക്കും സംശയം എനിക്ക് എന്തോ ദുരിതത്തിൽപ്പെട്ട് കിടക്കുകയാണെന്ന്. എന്ത് ദുരിതം? എനിക്ക് എന്തോ ദുഃഖം ഉണ്ടല്ലോ, പക്ഷേ ദുഃഖമില്ല. ആർ യു ഹാപ്പി? ഒരു ഹാപ്പിയാണ്. എൻ്റെ മുഖം ഇങ്ങനെ ആയ കാരണം കൊണ്ട് ഞാൻ എന്താ കാട്ടുക. അപ്പോൾ നമുക്കിനി ഇന്നിമോളൊക്കെ വന്നിട്ട് നല്ല നല്ല വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അത് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. സായ്കുട്ടിനെ ഇഷ്ടമല്ല എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ? പറയേ, എൻ്റെ ഇഷ്ടമല്ല എല്ലാവരും. എന്താ അങ്ങനെയൊക്കെ പറയണേ? അങ്ങനെയൊന്നും പറയില്ല, നേരം പോലെ പറയേ. പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനല്ല, എന്നെ ഇഷ്ടമല്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ പണിക്കാരല്ലേ ഇച്ചിട്ട് പറയുമ്പോഴൊക്കെ ചെയ്യാൻ നല്ല പോലെ പറയേ. അപ്പോൾ അങ്ങനെ കേട്ടോ, ഞാൻ പറഞ്ഞിട്ട് മറ്റേ സബ്സ്ക്രൈബ് ചെയ്യലുണ്ടാവില്ല. നിങ്ങൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താലേ. ശരി എന്നാൽ.